ഇന്ന് ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം അതിൻ്റെ 14 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അവനെ സമ്മതിച്ചുകൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മിണ്ടാതെയിരുന്നു. കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മിണ്ടാതെ ഇരുന്നു. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ മിഷണറി യാത്രയുടെ ഒരു ദിവസം കർത്താവ് കൈസരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തി. അവിടെ സുവിശേഷകനായിരിക്കുന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. ശിഷ്യന്മാരിൽ ഒരുവനായ ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ പൗലോസ് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ, സുവിശേഷകൻ്റെ വീട്ടിൽ ഫിലിപ്പോസിൻ്റെ കൂടെ പൗലോസ് താമസിക്കുമ്പോൾ അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് കൈയും കാലും കെട്ടി ഒരു ദൂത് പറഞ്ഞു. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇങ്ങനെ തന്നെ ജാതികളുടെ ഇടയിൽ യെരുശലേമിൽ ബന്ധിക്കപ്പെടുമെന്ന്. പൗലോസ് ബന്ധിക്കപ്പെടും, പൗലോസ് ബന്ധനങ്ങളിൽ കഴിയേണ്ടി വരും, പൗലോസ് ചില പീഡയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പരിശുദ്ധ ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് ഈ 21 അധ്യായം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അഗബോസാണ് പറഞ്ഞതെങ്കിലും അഗബോസിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചതാണ്. യെരുശലേമിൽ ജാതികൾ തന്നെ ബന്ധിക്കുമെന്ന്, തൻ്റെ മിനിസ്ട്രിക്ക് നേരെ, തൻ്റെ ജീവിതത്തിന് നേരെ ഒരു ബന്ധനം വരുന്നു എന്ന, ഒരു പ്രതികൂലം വരുന്നു എന്ന് പരിശുദ്ധ ആത്മാവിനാൽ അഗബോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചന അഗബോസ് വഴി പൗലോസിനോട് അറിയിക്കുകയാണ്. എന്നാൽ അതിൻ്റെ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് കേട്ട് ഇരുന്ന ജനം പൗലോസിനോട് പറഞ്ഞു, നീ യെരുശലേമിൽ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിന് വേണ്ടി കരയാൻ തുടങ്ങി. പൗലോസേ, നീ യെരുശലേമിൽ പോകല്ലേ, നിന്നെ അവർ ബന്ധിക്കും, ജാതികൾ നിന്നെ പിടിക്കും, നിന്നെ ചിലപ്പോൾ ഉപദ്രവിച്ചെന്നിരിക്കും, നിന്നെ തടവിലിട്ടെന്നിരിക്കും, ഈ അരക്കച്ച കൊണ്ട് കെട്ടുന്ന പോലെ നിൻ്റെ കൈയും കാലും കെട്ടി അവർ വല്ലാതെ നിന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് പോകരുതേ എന്ന് പറഞ്ഞ് ഈ കൈസരിയയിലെ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ഇരുന്ന പൗലോസിനോട് ദൂത് പറയുമ്പോൾ കേട്ട അവിടെയുള്ള ചില വിശ്വാസ സമൂഹങ്ങൾ പൗലോസിന് വേണ്ടി കരയാനും പൗലോസിന് വേണ്ടി വാദിക്കാനും തുടങ്ങി. പൗലോസിനെ നിർബന്ധിക്കുന്നു, യെരുശലേമിൽ പോകല്ലേ പോകല്ലേ എന്ന പൗലോസ് 13 വാക്യത്തിൽ പറയുകയാണ്. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തളർത്തുന്നത് എന്ത്? അടുത്ത് പറയുന്നു, കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, പൗലോസ് പറയുകയാണ്, എൻ്റെ കർത്താവിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ബന്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ കയ്യോ കാലോ കെട്ടി ചിലപ്പോൾ വീട്ടിലടങ്കിലോ അല്ലെങ്കിൽ ജയിലിലൊക്കെ ഇട്ടെന്ന് വരാം, പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. കണ്ടോ, കർത്താവിനുള്ള സ്നേഹം പൗലോസിൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചപ്പോൾ പൗലോസ് പറയുക, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഇന്ന് രാവിലെ എത്ര പേര് പറയാൻ കഴിയും, യേശുവിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്, യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്? പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി മരിക്കുന്ന ഒത്തിരി പേര് ഇന്നുമുണ്ട്. ഇന്ത്യയിൽ തന്നെ കർത്താവിന് വേണ്ടി മരിച്ച എത്രയോ പേരുണ്ട്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത ഗ്രഹാം സ്റ്റെയിൻസും തൻ്റെ കുഞ്ഞുങ്ങളും കർത്താവിന് വേണ്ടി മരിച്ച് നമുക്കറിയാം. ഇനി എന്തിനേറെ പറയുന്നു, നോർത്ത് ഇന്ത്യൻ്റെ മണ്ണിൽ സുവിശേഷ പ്രവർത്തനം ചെയ്ത ദൈവദാസന്മാരെ പലരെയും കൊന്നൊടുക്കി, ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നു, ജയിലറയിലിടുന്നു, ബന്ധിക്കപ്പെടുന്നു, നാടുകടത്തുന്നു, കുറ്റങ്ങൾ ചാർത്തി അകത്തിടുന്നു, കള്ളക്കേസുകൾ വരുത്തുന്നു,
എന്തിന്? കർത്താവിൻ്റെ നാമം പറഞ്ഞതുകൊണ്ട്. മദർ തെരേസ മുതൽ ഇങ്ങോട്ടുള്ള പല ആളുകളെയും കർത്താവിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒത്തിരി ദ്രോഹങ്ങൾ നടത്തിയത്, വേദനിപ്പിച്ചത്, മരണം കൊടുത്തത്, ജയിലറയിലിട്ടത്, ബന്ധിച്ചത് നമ്മുടെ മുമ്പിൽ മായാത്ത ഒരു ചിത്രമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു ബന്ധനം കൊണ്ട് ഞാൻ ഭയക്കുന്ന വ്യക്തിയല്ല. കാരണം ഞാൻ ബന്ധനമല്ല പ്രതീക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് ജീവൻ തന്ന, എന്നെ ഈ സത്യത്തിലേക്ക് നയിച്ച, നിത്യതയിലേക്ക് എന്നെ കൊണ്ടുവന്ന യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇട്ടു തന്ന ആ ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്നെ ജാതീക മണ്ഡലത്തിൽ നിന്ന് ഈ സ്വർഗസന്തോഷം അനുഭവിക്കാൻ ഇടയായത്. ദമസ്കോസ്കിൻ്റെ പടിവാതിക്കൽ വെച്ച് എന്നെ പിടിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ കരത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ടപ്പോൾ എൻ്റെ ബുദ്ധിയും ശക്തിയും വിദ്യാഭ്യാസവും പണവും ആരോഗ്യവും കുടുംബ ശ്രേഷ്ഠതയും എല്ലാം ഞാൻ ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട്, ഛേദമെന്ന് എണ്ണിയിട്ട്, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുമ്പോൾ എങ്ങനെയേലും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം എനിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ പൗലോസ് കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഒരു ബന്ധനം കൊണ്ട് ഞാൻ മാറി നിൽക്കുകയില്ല, ബന്ധിച്ചതുകൊണ്ട് ഞാൻ യെരൂശലേമിൽ പോകാതിരിക്കത്തില്ല. ആ യെരൂശലേമിൽ എനിക്ക് ബന്ധനമുണ്ടെങ്കിൽ ഞാനതിനെ ഭയക്കുന്നില്ല. കാരണം അതിനപ്പുറം യേശുവിന് വേണ്ടി, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയാം, കർത്താവിന് വേണ്ടി ചിലത് സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ചിലത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മളിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ ഈ മക്കളെ നോക്കി പറയുകയാണ്, നിങ്ങൾ എന്നെ കരയിപ്പിച്ച്, അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട് ആ 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യരുത്, തകർക്കരുത്. അപ്പോൾ ഹൃദയം തകരുകയാണ് പൗലോസിൻ്റെ ഹൃദയം ഇവിടെ തകരുന്നത് എന്നെ ബന്ധിക്കാൻ യെരൂശലേമിൽ ജാതികളുണ്ട് എന്നുള്ള വിഷയത്തിലല്ല, അഗബോസിനാൽ പരിശുദ്ധാത്മാ പറഞ്ഞ വിഷയത്തിലല്ല പൗലോസിൻ്റെ ഹൃദയം ഇവിടെ തകരുന്നത്. പകരം അവിടെയുള്ള വിശുദ്ധന്മാരുടെ ഹൃദയം തകരുന്നു എന്നും അവരുടെ കണ്ണ് നിറയുന്നു എന്നും പൗലോസിന് മനസ്സിലായപ്പോൾ പൗലോസിനെ നിർബന്ധിക്കുന്നു, യെരൂശലേമിൽ പോകല്ലേ എന്ന് പറഞ്ഞ്, എൻ്റെ ഭാഷയെ പറഞ്ഞ കാലെ പിടിച്ച് പറയുന്നു, പോകല്ലേ പോകല്ലേ, പരിശുദ്ധാത്മാവ പറഞ്ഞതെന്ന് പറഞ്ഞ് അവനെ ആ റൂട്ടിൽ നിന്നും മാറ്റിവിടാൻ നോക്കുമ്പോൾ കരയുന്ന ജനത്തെ നോക്കി പൗലോസിൻ്റെ മനസ്സ് തകരുന്നെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം, ഈ തകരുന്ന മനസ്സോടെ കരഞ്ഞ മക്കളെ നോക്കിയിട്ട് പറഞ്ഞ ഭാഗമാണ്, ഞാൻ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാനും ഞാൻ തയ്യാറാ, അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ഈ കൈസേരിയിലുള്ള ഫിലിപ്പിൻ്റെ വീട്ടിൽ നോക്കിക്കേ, ആ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, ഫിലിപ്പോസിൻ്റെ വീട്ടിൽ കൂടിയിരുന്ന ജനം പറയുകയാണ്, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മിണ്ടാതെ ഇരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ നമ്മൾ പറയണം. മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, വേദനകളെ, വെല്ലുവിളികളെ നോക്കി തകരാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ജീവിതത്തിൽ നടക്കുന്നത് മറ്റൊന്നായിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്നത് വേറൊന്നായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. ആ സാഹചര്യത്തിൽ നിന്റെ താളം തെറ്റരുത്, നീ തകരരുത്, നിരാശപ്പെടരുത്. ദൈവത്തിന് ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് നീ ഇരിക്കണം. ഇവിടെ പൗലോസിനെ നോക്കിക്കൊണ്ട് ജനം പറയുകയാണ്, ഞങ്ങൾ പറയാനുള്ളതെല്ലാം പൗലോസിന് പറഞ്ഞു, പക്ഷെ ഇനി ദൈവത്തിൻ്റെ ഹിതം എന്ത് ചെയ്യട്ടെ, നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മൗനമായിരുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, നിങ്ങൾ ചില വിഷയത്തിൽ മൗനമായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മൗനമായിരിക്കണം, നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ മൗനമായിരിക്കണം, നിങ്ങളുടെ ആ ഓഫീസിൽ നിങ്ങൾ മൗനമായിരിക്കണം, നിങ്ങളുടെ ആ കമ്പനിയിൽ നിങ്ങൾ മൗനമായിരിക്കണം, ആ രാജ്യത്ത്, ആ ജോലി മേഖലയിൽ നിങ്ങൾ മൗനമായിരിക്കണം, നിങ്ങൾ വേല ചെയ്യുന്ന വേലസ്ഥലത്ത് നിങ്ങൾ മൗനമായിരിക്കണം, നിങ്ങളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ, നിങ്ങളുടെ പ്രഭുക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ മൗനമായിരിക്കണം, നിങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ, ആ HR-ന്റെ മുമ്പിൽ നിങ്ങൾ മൗനമായിരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് എത്രക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എൻ്റെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഈ ജനം പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലെ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന.
ഓരോ പ്രാർത്ഥനയിലും നാം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കേണ്ടത്, തുടർന്നുള്ള ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ മക്കളിൽ നടക്കട്ടെ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിക്കുക, ഒരു പെണ്ണിനെ എടുക്കുക, അല്ലെങ്കിൽ ചെറുക്കനെ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും ഈ വിഷയത്തിൽ എന്ത് ചെയ്യരുത്, ഇടയാകരുത്, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ കർത്താവിൻ്റെ ഗീതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ അത് ആനന്ദമായിരിക്കും, അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. ഗെത്സമനെ തോട്ടത്തിൽ ക്രൂശീകരണത്തിൻ്റെ തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് ഒരു കല്ലേറ് ദൂരത്ത് ശിഷ്യന്മാരെ വിട്ട് മാറിപ്പോയി കരഞ്ഞ യേശു കർത്താവ് പോലും യഹോവയായ ദൈവത്തോട്, തൻ്റെ പിതാവാം ദൈവത്തോട് പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ? പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണം. കാരണം കർത്താവ് അനുഭവിക്കാൻ പോകുന്ന സഹനങ്ങൾ കർത്താവിന് മനസ്സിലായിട്ട് അതൊരു ദാരുണമായ സഹനമാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്, പീഡയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ വിട്ട് ദൂരെ മാറി നിന്നിട്ട് മുട്ടയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ പിതാവിനോട് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണം. എന്നാൽ പിതാവാം ദൈവം ആ വിഷയത്തിൽ പുത്രനായ ക്രിസ്തുവിനോട് മൗനമായപ്പോൾ, ഒരു വാക്കുപോലും പറയാതെ മുഖം തിരിഞ്ഞു നിന്നപ്പോൾ, പിതാവായ ദൈവത്തിൻ്റെ ആ പ്രതികരണം അങ്ങനെ കണ്ടു എന്ന് മനസ്സിലായ യേശു കർത്താവ് പറയുകയാ, പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈ രാവിലെ ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥനയിലും ഈ വാക്ക് ഉയർന്നു വരട്ടെ. നമ്മുടെ ഇഷ്ടത്തിലും നമ്മുടെ വികാരത്തിലും നമ്മുടെ ചിന്തയിലും ഈ വാക്ക് ഉയർന്നു വരട്ടെ. കർത്താവേ എൻ്റെ ഇഷ്ടമല്ലപ്പാ എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്, എൻ്റെ കുടുംബ ജീവിതത്തിൽ നടക്കേണ്ടത്, എൻ്റെ ജോലിയിൽ നടക്കേണ്ടത്, അവിടുത്തെ ഇഷ്ടം ഇനി നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം പ്രിയരെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ചയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളൊരു വലിയൊരു ആപത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. നിങ്ങൾ നാളെ നല്ലൊരു അത്യാവശ്യ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ പലപ്പോഴും ദൈവത്തിന് ആലോചന കൊടുക്കാതെ, ദൈവത്തോട് ചോദിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ അത് നിമിത്തം അമ്പെ പരാജയപ്പെട്ട് പൊട്ടി 4 നിലയിൽ ഈ കടവും കയറി തകർന്നൊരു ജീവിതമായിരിക്കാം ഇന്ന് രാവിലെ നീ അനുഭവിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം, ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും, ഏതൊരു കാര്യത്തിൽ സ്റ്റെപ്പ് വെക്കുമ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം വേണ്ടി നിറവേറട്ടെ, കർത്താവിൻ്റെ ഗീതമല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരല്ലേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. കർത്താവിന് ഇഷ്ടമുള്ളത് നമുക്ക് വേണ്ടി ചെയ്യും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പലപ്പോഴും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയരെ, കർത്താവേ അങ്ങയുടെ ഗീതമല്ലെങ്കിൽ ആ യാത്ര എന്നെ അയക്കല്ലേ, അങ്ങയുടെ ഗീതമല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ എത്തിക്കല്ലേ, അങ്ങയുടെ ഗീതമല്ലെങ്കിൽ ആ കാര്യം എൻ്റെ ജീവിതത്തിൽ നിറവേറല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയപ്പോൾ ഞാൻ ദൈവസന്നിധി നന്ദി പറഞ്ഞിട്ടുണ്ട്. കർത്താവേ എന്നെ ആപത്തിൽ നിന്ന്, ആ അനർത്ഥത്തിൽ നിന്ന്, ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ഇഷ്ടമൊന്നും നടക്കണ്ടെന്നേ. പലപ്പോഴും നമ്മുടെ ഇഷ്ടം നടക്കണമെന്ന് വെച്ച് ആഗ്രഹിച്ചല്ലേ നമ്മൾ ഓടിക്കൂടി ചാടി അവിടെ ചെന്ന് ഓഫീസറിനെ കണ്ടു, ബാങ്ക് മാനേജറെ കണ്ട, കടം വാങ്ങി, ഇപ്പോൾ അത് അടയ്ക്കാൻ നിവൃത്തിയില്ല, വീടിൻ്റെ പണി ആരംഭിച്ചു, അതില്ല, ഇനി ആരംഭിച്ചത് അത് പൂർത്തിയാക്കി, അതുമില്ല, കൊച്ചിൻ്റെ പഠനം പൂർത്തിയായി, അതുമില്ല, ആ വസ്തു വാങ്ങിച്ചോ, അതുമില്ല, കയ്യിൽ നിന്ന് കാശും പോയി, അത് നാനാ വഴിയെ ചിലവായിപ്പോയി. ഇപ്പോൾ പലിശയ്ക്ക് പലിശ, കടത്തിനുമേ കടം കിടന്ന് കഷ്ടപ്പെടുക അല്ലേ. എന്താ കാര്യം? എടുത്തുചാടി ചെയ്തതല്ലേ. ദൈവത്തോട് ചോദിച്ചോ? ആ വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കിയെന്ന് പ്രാർത്ഥിച്ചോ? നീയും നിൻ്റെ കുടുംബമായി ഇരുന്നൊന്ന് സ്തോത്രം ചെയ്തോ? കർത്താവേ അവിടുത്തെ ഗീതം എന്നെ നിറവേറണമെന്ന് പറഞ്ഞോ? ഇല്ല. ദൈവത്തെ, നമ്മുടെ ആ വിഷയത്തിന് ദൈവത്തെ പോലും നമ്മൾ അടുപ്പിച്ചില്ലല്ലോ. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ പോലും അല്ല, ദൈവത്തെ പോലും ആ വിഷയത്തിൽ അടുപ്പിച്ചില്ലല്ലോ. അമേരിക്കയിൽ പോകുന്ന കാര്യം, ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം, മിഡിൽ ഈസ്റ്റിൽ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ആ ജോലിക്ക് കയറുന്ന കാര്യം, ആ കോഴ്സ് പഠിക്കുന്ന കാര്യം ദൈവത്തോട് ചോദിച്ചോ? ദൈവത്തെ പോലും അടുപ്പിച്ചില്ലല്ലോ. ദൈവത്തോടൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. ഇപ്പൊ ചില കഷ്ടങ്ങളും
വേദനകളും അനുഭവിക്കുമ്പോൾ നീ ദൈവത്തെ വിളിക്കുക, കർത്താവെ എന്നെ എങ്ങനെ രക്ഷിക്കണം. അല്ല കുഞ്ഞ്, അങ്ങനല്ല. ദൈവത്തിൻ്റെ കയ്യിൽ ആദ്യം നീ കൊടുക്കണം. നാം ജീവിതത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം. ദൈവത്തിൻ്റെ കൈ കൊടുത്ത് ദൈവത്തോട് ആലോചന ചോദിക്കണം. മനുഷ്യരോട് ആലോചന ചോദിക്കരുത്. മനുഷ്യന്റെ ആലോചന വ്യർത്ഥമാണെന്ന വേദപുസ്തകം പറയുന്നേ. മൂക്കിൽ ശ്വാസം ഉള്ള ഒന്നിനെയും വിശ്വസിക്കരുതെന്ന വേദപുസ്തകം പറയുന്നേ. എന്നാൽ നിന്റെ വീട്ടുകാർ നിന്റെ ശത്രുക്കളാണെന്ന വേദപുസ്തകം പറയുന്നേ. അങ്ങനെയെങ്കിൽ മനുഷ്യരോട്, വീട്ടുകാരോട്, മൂക്കിൽ ശ്വാസമുള്ളതിനോട് ആലോചന ചോദിച്ചിട്ട് എടുത്തു ചാടിയിട്ട് പരാജയം സംഭവിക്കുമ്പോൾ ദൈവസന്നിധി വന്ന് കരയുകയും നിലവിളിക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്താൽ അവിടെ ഒരു പ്രവൃത്തി നടക്കത്തില്ല. ഇവിടെ ജനം പറഞ്ഞതുപോലെ പറയണം, കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ എന്ത് ചെയ്യട്ടെ, നടക്കട്ടെ. ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയരെ. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. വിദേശത്തേക്ക് പോകണമെന്ന്, എൻ്റെ കൊച്ചിന് നല്ലൊരു ജോലി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ചില നാളുകൾക്ക് മുമ്പ് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി ഏറ്റുമാനൂരിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നു. അവർ വന്നതിൻ്റെ പ്രാർത്ഥനാ വിഷയം ഒന്നേ ഉള്ളൂ. +2 കഴിഞ്ഞു കുഞ്ഞ്, എന്ത് പഠിക്കണം? മെഡിസിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എൻജിനീയറിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനായാലും പൈസയ്ക്ക് കുറവില്ല. എൻജിനീയറിംഗ് പഠിപ്പിക്കണമെങ്കിൽ എൻജിനീയറിംഗ് പഠിപ്പിക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ട്. ലോൺ എടുക്കാതെ പഠിപ്പിക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ട്. ഇനി ഡോക്ടർ പഠിക്കാനാണ്, മെഡിസിൻ പഠിക്കാനാണ് കുഞ്ഞിന് ആഗ്രഹമെങ്കിൽ അതിനുള്ള പണം അവരുടെ കയ്യിലുണ്ട്. ധനികനായ ഒരു കുടുംബത്തിൽപ്പെട്ട 4 പേര്, അപ്പനും അമ്മയും 2 മക്കളും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ താമസിക്കുന്ന എൻ്റെ പാസനേജിൽ അവർ വന്നു. ഞങ്ങൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചർച്ചിനകത്ത് കയറി പായിലിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടോ? അവർ പറഞ്ഞു, പാസ്റ്റേ ഒന്നേ ഉള്ളൂ. ഞാൻ അവരുടെ വരവും അവരുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാൻ എൻ്റെ സ്വാഭാവിക ചിന്തിച്ചു വല്ല കടഭാരമോ രോഗമോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതൊന്നും അവരുടെ വിഷയമല്ല. അവർ പറഞ്ഞു, പാസ്റ്റേ എനിക്ക് ഒറ്റ വിഷയമുള്ളൂ, ഇവള് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, അത് അവിടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ ആഗ്രഹമാണ്. 2 ഓപ്ഷൻ ഞങ്ങളുടെ മുമ്പിലുള്ളത്, 2നും വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഗിതമല്ലാത്ത ഒരു കാര്യത്തിൽ എൻ്റെ കുഞ്ഞിനെ വിടരുത്. ആ അമ്മ എന്നോട് പറഞ്ഞതാ. ഞാൻ നോക്കുമ്പോൾ ആ അപ്പൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രാവിൻ്റെ കണ്ണുപോലെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഞങ്ങൾ 4 പേരും ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു ദൂതുണ്ട്. അവളെ കർത്താവിൻ്റെ ആത്മാവിൽ അവളൊരു മെഡിസിന് വേണ്ടി കർത്താവ് അയക്കുമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ചത് ഇങ്ങനെയാണ്. ഒരു വെള്ള കോട്ടിട്ട്, ഒരു സെലസ്കോപ്പ് കഴുത്തിൽ തൂക്കിയിട്ട് ഒരു സ്റ്റെയർ ഇറങ്ങി വരുന്നത് ദൈവാത്മാവ് എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഈ മോളെക്കുറിച്ച് ദൈവം അങ്ങനെ ഒരു വെളിപ്പാട് കാണിക്കുന്നു, അതുകൊണ്ട് ആ നിലയിൽ പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു വിട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൾ 2ാം വർഷം മെഡിസിന് പഠിക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ ഇഷ്ടം ചോദിച്ച് അവൾ പഠനം ആരംഭിച്ചു. ഇപ്പോൾ 2ാം വർഷമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് അവരുടെ വീടിനകത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. കുറേ സാമ്പത്തിക നഷ്ടം വന്നു. ഈ കൊച്ചിൻ്റെ പഠനം എങ്ങനെ പൂർത്തീകരിക്കുന്ന അറിയാൻ പറ്റാത്ത നിലയിൽ ആ കൊച്ചിൻ്റെ പഠിത്തത്തിന് ഇട്ട പൈസ പോലും എടുത്ത് മറിക്കേണ്ട അവസ്ഥ വന്നു. വേഗത്തിൽ അവരെന്നെ വിളിച്ചു, പാസ്റ്റേ, ദൈവാലോചന പ്രകാരമാണ് തുടങ്ങിയത്, എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും കർത്താവിനോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവിടെ പഠനത്തിൽ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അവർക്ക് ഫീസ് അടയ്ക്കേണ്ട സമയം ഓരോ സെമസ്റ്ററാണ്. അടുത്ത സെമസ്റ്റർ അടയ്ക്കാനുള്ളത് ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, ദൈവാത്മാവിനോട് പറയുന്നു, അടുത്ത സെമസ്റ്ററിനുള്ളത് നിങ്ങളുടെ കയ്യിൽ അടുത്ത ദിവസം വരും. പറയട്ടെ, 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്റേ, അടുത്ത സെമസ്റ്ററിലല്ല, അടുത്ത 1 വർഷം, അതായത് 2 സെമസ്റ്റർ അവർക്ക് കൊടുക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിൽ ദൈവം തന്നു. എന്തേ? ഇന്ന് രാവിലെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ, മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ, പല പ്രാവശ്യം ഫോൺ ചെയ്തിട്ടും സംസാരിച്ചിട്ടും അത് പിന്നെ വിട്ട കേസ് അവരെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങളുടെ പണം റെഡിയായി, ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് പണം വീട്ടിൽ കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ 2 സെമസ്റ്റർ അടയ്ക്കാനുള്ള പണം അവരുടെ കയ്യിൽ കിട്ടി. എന്താ കാര്യം? ആ പഠനം അവിടെ വെച്ച് മുടങ്ങാമായിരുന്നു, ആ പഠനം അവിടെ വെച്ച് നിർത്താമായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ദൈവത്തോട് പറഞ്ഞു, ദൈവത്തോട് ചോദിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിധേയപ്പെട്ടപ്പോൾ
ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ പഠനത്തിന് വേണ്ടത് കർത്താവ് കരുതി. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചിലത് കരുതും പ്രിയരെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചിലത് കർത്താവ് കരുതും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായി ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിങ്ങൾക്ക് വേണ്ടി കൂണ് മുളയ്ക്കുന്നത് പോലെ മുളച്ചു വരും. എന്ന് പറഞ്ഞാൽ, തലേ ദിവസം നമ്മൾ കൂണ് മുളയ്ക്കുന്ന സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ അവിടെ ഒന്നും കാണാനില്ല. പക്ഷെ നേരം വെളുത്ത് നോക്കുമ്പോൾ അവിടെങ്ങളൊക്കെ ഈ അരിക്കൂണുകളൊക്കെ മുളച്ചു നിൽക്കുന്ന കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ കാണാത്ത ചിലത് അടുത്ത ദിവസം ഉണ്ടായി വരുന്നത് പോലെ, ഇന്നലകളിൽ പ്രതീക്ഷിക്കാത്ത ചിലത് അടുത്ത ദിവസം അത് വർദ്ധിക്കുന്നത് പോലെ, കർത്താവിൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി, കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് വേദപുസ്തകത്തിലില്ലേ? ദൈവസ്ഥന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മൗനമായിരുന്നു പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അവൾ നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ നേഴ്സിംഗ് പഠിക്കട്ടെ, ഡോക്ടറാകണമെങ്കിൽ ഡോക്ടറാകട്ടെ, എഞ്ചിനീയറിംഗ് പോകണമെങ്കിൽ എഞ്ചിനീയറിംഗ് പോകട്ടെ, മറ്റേതെങ്കിലും ജോലിയാണ്, അത് കർത്താവിന് ഇഷ്ടം നടക്കട്ടെ. കൊച്ചിൻ്റെ വിവാഹം കർത്താവിന് ഇഷ്ടം നടക്കട്ടെ എന്നൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചേ. പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ വരച്ചു വച്ചിരിക്കുന്ന ആ ഗ്രാഫല്ലേ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ പലതും മുടങ്ങിപ്പോകുന്നേ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കർത്താവിനോട് പറ, കർത്താവെ, ഞാൻ ഒന്നുമില്ല, എൻ്റെ വിഷയത്തിൽ ഞാൻ ഒന്നുമല്ല, എനിക്ക് സ്വയമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഞാൻ ബലഹീനപ്പെട്ടവളാണ്, എൻ്റെ കൊച്ചിൻ്റെ വിഷയം അപ്പച്ചൻ്റെ കയ്യിൽ തരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ വിഷയം അപ്പച്ചൻ്റെ കയ്യിൽ തരുന്നു, എൻ്റെ വീടിൻ്റെ കാര്യം കർത്താവിൻ്റെ കയ്യിൽ തരുന്നു പറഞ്ഞിട്ട് പറ, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. യേശു കർത്താവും പ്രാർത്ഥിച്ചത് അതല്ലേ? പിതാവേ, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അപ്പോൾ ദൈവ ഇഷ്ടം നടക്കണമെങ്കിൽ രണ്ട് കാര്യം ചിന്തിക്കണം. ഒന്ന്, ഗീതം മനസ്സിലാക്കണം. ഗീതം എന്ന് പറഞ്ഞാൽ യേശുവിന് നമ്മളെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഗീതം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. രണ്ട്, ദൈവത്തിന് നമ്മൾ കീഴടങ്ങണം, യേശുവിന് നമ്മൾ കീഴടങ്ങണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. യേശുവിൻ്റെ മനസ്സ് നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, യേശുവിൻ്റെ ആഗ്രഹം നമ്മളെക്കുറിച്ചുള്ളത് നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, യേശുവിൻ്റെ ഇഷ്ടം നമ്മളിൽ അത് സംജാതമാകണമെങ്കിൽ രണ്ട് കാര്യം: യേശുവിന് നമ്മളെക്കുറിച്ചുള്ള ഗീതം മനസ്സിലാക്കണം, യേശുവിന് നമ്മൾ വിധേയപ്പെടണം. അങ്ങനെ യേശുവിന് വിധേയപ്പെട്ട്, യേശുവിനോട് ചോദിച്ച്, യേശുവിൻ്റെ കൂടെ നടന്ന്, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പുകളെടുത്താൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയർച്ച പ്രാപിക്കും, നിങ്ങളുടെ കടങ്ങൾ ദൈവം മാറ്റിത്തരും, നിങ്ങളുടെ രോഗങ്ങൾ കർത്താവ് മാറ്റിത്തരും. കർത്താവിൻ്റെ ഗീതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ, കർത്താവിൻ്റെ ഇഷ്ടം എണ്ണി നടക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. പിതാവേ, ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ഗീതം ഞങ്ങളിൽ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഗീതമല്ലാത്ത ഒന്നും ഞങ്ങളിലോ ഞങ്ങളുടെ മക്കളിലോ ഞങ്ങളുടെ കുടുംബജീവിതത്തിലോ ഉണ്ടാകാൻ ദൈവം അനുവദിക്കരുത്. കർത്താവിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക. ജോലിയിൽ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവെ, അങ്ങ് അറിയാതെ, അങ്ങയ്ക്ക് ഇഷ്ടമല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ അനുവദിക്കരുത്. ചില വിഷയത്തിൽ ഞങ്ങൾ മൗനമായിരുന്ന് എടുത്തുചാടി ചെയ്യാതെ, എടുത്തുചാടി സംസാരിക്കാതെ, എടുത്തുചാടി പ്രവർത്തിക്കാതെ അങ്ങയുടെ ഗീതത്തിന് വേണ്ടി ഞങ്ങൾ മൗനമായിരിക്കാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം, ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുപ്പായുടെ പൊന്നു തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ഗീതം നിങ്ങളിൽ നിറവേറും. ധൈര്യമായിട്ടിരിക്കുക. അടുത്ത ദിവസം അടുത്തൊരു ദൂതുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.